ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല കട്ടൻ ചായയും റെഡ് വെൽവെറ്റ് കേക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് നിൻ്റെ രാവിലത്തെ ചായ, കാലിച്ചായ, നീച്ചപ്പാട് കുടിക്കുന്ന ചായ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ആൾ നീച്ചിട്ടില്ലേ, അപ്പം തന്നെ ഞാൻ വേഗം എന്താക്കി അടിച്ചാരാനും തുടയ്ക്കാനൊക്കെ നിന്ന്. എൻ്റെ പണി കഴിഞ്ഞല്ലോ. പിന്നെ ഓൻ നീച്ചാൽ ഓനെന്തൊന്നും മേലെ കൊടുക്കാൻ വിചാരിക്കണേ, പനിച്ചതല്ലേ. അപ്പോഴത്തേന് ഇതാ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോഴത്തേന് എൻ്റെ മോൻ നീച്ചിക്കണം. ഞാൻ ഓനക്കുള്ള വെള്ളം വെച്ച് വേഗം കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ ഇരുന്ന് പോകും. അപ്പോൾ അവൻ്റെ കുളി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ. അപ്പം അതിന് വേണ്ടി നിന്ന് അപ്പോഴത്തേനും അവൻ്റെ കുളി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മൂത്താൾ നീച്ച്. അപ്പോൾ എനിക്കിപ്പോൾ കോഴിമുട്ടയ്ക്ക് ഇപ്പോൾ ഒരു പൂതിയുണ്ട്. അല്ലെങ്കിൽ കോഴിമുട്ട ഒന്നും തിന്നൂലേനും. അപ്പോൾ പിന്നെ എനിക്ക് രാവിലെ തന്നെ പുഴുങ്ങുമ്മ. അങ്ങനെ ഞാൻ പിന്നെ അത് ഉരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അതിൻ്റെ മഞ്ഞ തിന്നില്ല കേട്ടോ, വെള്ളം മാത്രമേ തിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കയ്പ്പ് അരിയാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കയ്പ്പ് പൊരിച്ചത് ഇഷ്ടമാണ് കേട്ടോ. മറ്റേ താളിപ്പാക്കിയാണെങ്കിൽ കഴിക്കണ പോലെ തോന്നും. പൊരിച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കയ്പ്പ് അരിയാൻ വേണ്ടി നിന്ന് അതിതാ നല്ല നൈസാക്കി അരിഞ്ഞാൽ പിന്നെ നല്ല ടേസ്റ്റാണ്. ഇത് പിന്നെ നൈസിലാണ് ഞാൻ തുടങ്ങിയത്, പക്ഷെ അവസാനം കട്ടിയൊക്കെ കഴിക്കണം. നല്ല നൈസിലരിഞ്ഞാൽ പിന്നെ വരുന്ന എരിയല്ലോ, മറ്റേ പിന്നെ കഴിക്കാൻ കട്ടിയുണ്ടെങ്കിൽ കഴിക്കുമല്ലോ. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ലേനു, കഴിച്ചിട്ടൊന്നുമില്ല. ചോറും കൂട്ടി തിന്നുമ്പോൾ പിന്നെ അറിയില്ലല്ലോ. പിന്നെ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നരിച്ചുട്ടത്തിരിക്കണം. അപ്പം ഉമ്മ അങ്ങനെ ആക്കണ കണ്ടപ്പോൾ എനിക്കൊരു പൂതി ആക്കാൻ. അപ്പം ഞാൻ പറഞ്ഞ അടുത്തത് ഞാൻ ആക്കട്ടോ പറഞ്ഞു. അങ്ങനെ അമ്മ എനിക്ക് ബോളാക്കി തന്നിക്കണേ. പിന്നെ അത് ഓയിൽ ഒഴിച്ചില്ല, നെയ്യിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതിയല്ലോ. അപ്പം അതേമാതിരി അങ്ങനെ ആക്കാണ്. നല്ല റൗണ്ടിൽ അരിച്ചുട്ടത്തിരും ഇറച്ചിക്കറിയും വെണ്ട മുളകിട്ടതാണ്. അപ്പം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ അത് കയ്പ്പത മസാല തേക്കാണ്. അത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇടലുള്ളൂ, മുളകും പൊടി ഒന്നും ഇടലില്ല. അപ്പോൾ പിന്നെ അത് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ഉമ്മ പൊരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നല്ലോണം കൈ കൊണ്ട് കൊഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ സൈഡിലേക്ക് മാറ്റി വെച്ച്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവിടെ. എൻ്റെ വീട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് പണിയുമ്പോൾ കുറേ ഇങ്ങനെ ഇരിക്കും, പിന്നെ കിടക്കും, പിന്നെ ഫോണിൽ കളിച്ചിട്ട് അതന്നെ. പിന്നെ ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറുന്നാൻ വേണ്ടി ഇരുന്ന്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് എക്സ്ചേഞ്ച് ചെയ്തതാണ് ഞാനും എൻ്റെ അനിയത്തിയും. ഒക്കെ അത്ര ചോറ് വേണ്ട, പക്ഷെ ഞാൻ ഇത്ര ചോറ് തിന്നിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ഇട്ടും. എനിക്ക് വെറും ചോറാകുമ്പോൾ ഒരു ചടുപ്പാണ്, പിന്നെ കയ്പ്പുണ്ടായപ്പോൾ ഒരു ഇത്. പക്ഷെ ഇപ്പം മാന്തൊന്നും ടേസ്റ്റില്ല, മീനൊന്നും. അങ്ങനെ ഇതാ ചോറുന്നാൻ വേണ്ടി പോവാണ്. കക്കിരിയൊക്കെ മാക്കിനും പിന്നെ കയ്പ്പൊക്കെ എടുത്ത്, കയ്പ്പയും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കയ്പ്പൊക്കെ പിടിച്ച് ചോറുന്നാ വിചാരിച്ച്. ഇങ്ങനെ ചോറുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മാങ്ങ സീസൺ ആയതൊരു മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് തിന്ന്. പിന്നെ ഇപ്പോൾ വരെ പ്രിൻ്റ് എടുത്തോണ്ട് അപ്പോൾ അതൊക്കെ നോക്കാണ്. ഇതെന്താ സാധനം നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതും ചായയൊക്കെ കുടിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ മോനിക്ക് ഇതാ 4-ാം തീയതി വന്നാൽ 6 മാസവും. അപ്പം ഹാഫ് ബർത്ത്ഡേ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയതേനു. അപ്പോൾ അതാ ഷോപ്പിലെത്തി. ഏകദേശം ഒരു ബ്രൗൺ തീമാണ്, ആ കളർ ബ്രൗൺ തന്നെയല്ലേ. അപ്പം അങ്ങനെ ഒരു ഡ്രസ്സ് കിട്ടിയിരിക്കണ്. അതിലേ പോയിട്ടുള്ളൂ, സെയിം കളറൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവിടുന്ന് ആ ഡ്രസ്സ് തന്നെ എടുത്ത് പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ എനിക്കൊരു ഫ്രെയിമിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ക്രാഫ്റ്റ് ഷോപ്പ് പോയപ്പോൾ അവിടെ എനിക്ക് പറ്റിയ ഫ്രെയിമില്ല. എനിക്ക് 4x4 പീസ് ബ്ലാക്ക് കളറിന് വേണ്ടിയത്. അവിടെ പിന്നെ വലുതൊക്കെയാണുള്ളത്. പിന്നെ മോൾക്ക് ബലൂൺ വാങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഇറങ്ങി. പിന്നെ പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ്. പിന്നെ രാവിലെ ഇപ്പോൾ പൊരിച്ചക്കാന കൊണ്ടുവന്നത്, അപ്പോൾ അതും ചായയും കുടിച്ച് പിന്നെ ഞാൻ ഉച്ചക്കാണ് വീഡിയോ എടുക്കണത്. ഇപ്പോൾ ഫ്രെയിം കൊണ്ടുവന്നപ്പം അത് സെറ്റാക്കി വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അപ്പോൾ ഓളെ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർഡർ തന്നതേനു 4x4 ഫ്രെയിമിൻ്റെ ഓർഡർ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നോക്കുകയാണ്. പിന്നെ ഇതാ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബാക്ക് സൈഡൊക്കെ ഓപ്പൺ ആക്കി. എൻ്റെ വൈപ്സ് കൊണ്ടാണ് ഗ്ലാസ്സായിരുന്നു എടുത്തിട്ട് വൈപ്സ് കൊണ്ട് നല്ലോണം തുടയ്ക്കും. അങ്ങനെ ഓരോന്ന് തുടച്ച് വെച്ച് ഫോട്ടോസൊക്കെ അതിൽ ആഡാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഫ്രെയിം നോക്കുമ്പോഴാണ് ആ സംഭവം കണ്ടത്. ആ ഫ്രെയിമിൻ്റെ അവിടെ ഒരു പൊട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഫോൺ വിളിച്ച് വേറൊരു ഫ്രെയിം വാങ്ങാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ നാളെ കൊടുക്കേണ്ട ഫ്രെയിമാണ്. 4-ാം തീയതിയാണ് ആളെ കല്യാണം. നമ്മൾ റൂമിൽ സെറ്റാക്കണമല്ലോ. കണ്ട പൊട്ട് കണ്ടില്ല അവിടെ, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബാക്കിയുള്ള ഫോട്ടോസൊക്കെ ആഡാക്കി. ഫോട്ടോ പിന്നെ ഞാൻ കാണിക്കണില്ല, എല്ലാം ആഡാക്കി 3 ഫ്രെയിമിന് ഫോട്ടോസൊക്കെ ആഡാക്കി സെറ്റാക്കി വെച്ച്
ഇപ്പോൾ വന്നിട്ട് വേണം ആ ഫ്രെയിം സെറ്റാക്കാൻ. പിന്നെ എൻ്റെ മോൻ്റെ ഹാഫ് ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഈ കളർ ബാനർ എവിടെയും കിട്ടാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് പ്രിൻ്റ് എടുത്തിട്ട് ഇതിന് കട്ട് ചെയ്തിട്ട് 2 ഹോൾസാക്കി കൊടുത്തിട്ട് ത്രെഡ് ഇട്ടാൽ മതിയല്ലോ വിചാരിച്ച്. അങ്ങനെ പിന്നെ ഓരോന്ന് കട്ടാക്കി വെച്ച് അപ്പോൾ പിന്നെ ഇപ്പം വന്ന് ആ ഫ്രെയിമിൽ ഫോട്ടോ ഒക്കെ സെറ്റാക്കി. പിന്നെ ബാക്കിൽ ടാപ്പ് ഒട്ടിക്കുകയാണ്. ടാപ്പ് ഒട്ടിച്ച് പിന്നെ അവിടെ സേഫായി നിന്നോളൂ. അത് വൃത്തിയാണ്, അതൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ ടാപ്പൊക്കെ ഒട്ടിച്ച് 4-ാം തീയതി കല്യാണമാണ്. എനിക്ക് പോകാൻ പറ്റില്ല, പോകാൻ നല്ല ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പാലായിലാണ് കല്യാണം. അപ്പോൾ എനിക്ക് ചെറുതിനായിട്ട് പോകുന്നത് കുറച്ച് റിസ്ക്കാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ഇവിടെ വെച്ചിട്ട് പോവാൻ വീട്ടിൽ. പക്ഷെ ഉമ്മക്കൊന്ന് വേറെ കല്യാണം ഉണ്ട്. അപ്പോൾ പിന്നെ അത് നടക്കില്ല. സദ്യയൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ പോവാൻ. 4 ഫ്രെയിമിലും ബ്ലാക്ക് ടാപ്പൊക്കെ ഒട്ടിച്ച് ഇനിയിപ്പോൾ നാളെ രാവിലെ തന്നെ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് എൻ്റെ മുന്നേ ഇത് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഫ്രെയിമൊക്കെ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ടി. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുക്കുന്നുണ്ട്. എന്താ ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഓവർ വലിയ ഫോളോവേഴ്സൊന്നുമില്ല, കുറച്ച് ഫോളോവേഴ്സുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിരുന്നു. പക്ഷേ ഇൻസ്റ്റഗ്രാം തുടങ്ങാൻ കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അങ്ങനത്തെ അപ്പം ഓരോന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇതാ ഇപ്പം അനിയത്തിയും പുറത്ത് പോയി വരുമ്പം പാനിപ്പൂരിയും പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണിയും കൊണ്ടുവന്നേനു. ഇത് കഴിച്ചാൽ പിന്നെ ഇനി രാത്രിത്തെ ഫുഡ് വേണ്ട. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കണം. അതിൻ്റെ മറ്റെന്തൊക്കെ എന്താ പറയുക, അതിന് പാനിപ്പൂരിൻ്റെ വെള്ളങ്ങളൊക്കെ ഓരോ ബൗളിലൊക്കെ ഒഴിച്ച് സെറ്റാക്കാണ്. ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണിയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ അതൊക്കെ ഓരോ ബൗളിലാക്കി വെച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. മറ്റേ ഹോട്ട് ചോക്ലേറ്റ് സ്പോഞ്ചും ഉണ്ട് കേട്ടോ, കേക്കിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ്. ബ്രൗണി പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലെന്ന് ഞാൻ മോന് കൊടുത്ത്. ഞാൻ പിന്നെ ഇത് കഴിക്കാൻ ജസ്റ്റ് ഒരു സ്പൂണൊന്ന് നോക്കി ടേസ്റ്റ് നോക്കി, പിന്നെ കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ പാനിപ്പൂരിയുള്ള ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഷവർമ്മപ്പൂരിയൊക്കെ ഉണ്ട്, അതും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളെന്താ വാങ്ങിയത്, ഓളല്ല വാങ്ങിയത്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്.